കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പവറായി വണ്ടിക്ക്. RPM അങ്ങോട്ട് കൂട്ടിച്ച് കാലം അങ്ങോട്ട് കൂട്ടിച്ച് RPM അങ്ങോട്ട് കയറി ടെർബോ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞു. അങ്ങനെ മെയിൻ്റെനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എയർ ബാഗ് ഒക്കെ ആണെങ്കിൽ 2 പൊട്ടിയ. ഹലോ, ഇത് നമ്മുടെ വണ്ടി ഷെവർലൈറ്റ് ക്രൂസ് കേട്ടോ. ക്രൂസ് ഇപ്പം എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ നല്ല രസമുള്ളൊരു ഹെഡ്ലൈറ്റ്. അത് വർക്കൊന്നും ചെയ്തില്ല. കമ്പനിൻ്റെ ക്രോമും കാര്യങ്ങളൊക്കെ എല്ലാം കമ്പനീൻ്റെ ഇത് തന്നെയാണ്. മറ്റേ ഗ്രില്ലൊന്നും ബ്ലാക്കൊന്നും അടിച്ചത്, എല്ലാവരും ഇത് ബ്ലാക്കൊക്കെ ആക്കുന്നുണ്ട്. കാണാൻ ഇത് പ്രോഗ്രാമില്ല, മറ്റേ ഇതിന് LT സെറ്റിനുണ്ടാവും ഒരു പ്രോഗ്രാം. ഇത് 2 ലിറ്ററിൻ്റെ എംബ്ലം ഇതൊന്നും പറിച്ചിട്ടൊന്നുമില്ല. കമ്പനി അതേ ഇതിൽ തന്നെ കൊണ്ടുനടക്കുന്നൊരു വണ്ടിയാണ്. ഇതായിരിക്കും ഒരു ബാക്ക് സൈഡ്. ഇതിൽ ടൈലൈറ്റൊക്കെ കാണാൻ നല്ല രസമല്ലേ, നല്ല ഭംഗിയുള്ള ടൈലൈറ്റ്. അത് ചിലർ ബ്ലാക്കൊക്കെ ഒട്ടിച്ച് ഒരു വെറുപ്പിക്കുന്നതാണ്. ഇത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഷോയാണ് ഇതിൻ്റെ ടൈലൈറ്റൊക്കെ. ഇത് സാധാ ഇത് LT ആണ് കേട്ടോ. ഇത് LT, ഇതാ ക്രൂസ് LT. ഇതിൻ്റെ LT സെഡ് 80 കൂടെ വരും. LT സെഡ് 80 ആണ് ഇതിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതിനകത്ത് ഓട്ടോമാറ്റിക് ഗിയറാണ്. പിന്നെ LT സെഡിനകത്ത് മാനുവൽ ഗിയർ ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ. LT സെഡും LT സെഡ് 80 തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇതതിൻ്റെ ഒരു ബാക്ക് വ്യൂ ഒക്കെ കാണാൻ നല്ല രസം. എംബ്ലം കാര്യങ്ങൾ ഇവിടെ ഒരു ക്രോം കൊടുത്തിട്ടുണ്ട്. സാധാ ഫോഴ്സാൻ്റെ എംബ്ലം, റിവേഴ്സ് സെൻസറുകൾ. ഇത് കമ്പനിയല്ല കേട്ടോ. 16 ഇഞ്ച് ടയറൈസ് ഇതിന് വരിക. അത്യാവശ്യം നല്ല കൺട്രോളുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് ഇൻഡിപെൻഡൻസ് സസ്പെൻഷൻ ഒന്നും അല്ല കേട്ടോ. സാധാ ഡെഡ് ആക്സിൽ വരുന്ന ഡെഡ് ആക്സിലാണ്. വേക്ക് ഡിസ്ക് ബ്രേക്കാണ്, വേറെ ഒന്നുമില്ല. ഇതേപോലെ തന്നെ 2 ലിറ്ററിൻ്റെ ഒരു എൻജിൻ്റെ ഒരു ബാഡ്ജും കൂടെ അവിടെ ഉണ്ട്. ഫ്രണ്ടൊക്കെ സാധാരണ ഒരു വർക്കും ചെയ്യാത്ത ഹെഡ്ലൈറ്റ്. ഇതിനകത്ത് ഒരു വർക്ക് ചെയ്ത ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ഒരു വണ്ടിയോടെ. അത് പോയി, അത് എടുക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ പോലും എടുത്ത് വെച്ചിട്ടില്ല. നോക്കട്ടെ, ഇനി വരികയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആ വണ്ടി വരികയാണെങ്കിൽ അവർക്ക് ഇതിന് പ്രോഗ്രാം വേണം എക്സ്ട്രാ കയറ്റാം. അതിനകത്തൊരു ഇതുണ്ട്. LT സെറ്റിനകത്ത് അതിനകത്തൊരു പ്രോഗ്രാമും കൂടെ വരും. അടിയിൽ ഒരു ഫ്ലോർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്, ഗ്രോ പോലത്തെ ഒരു സാധനം. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ. വണ്ടി കാണാനൊക്കെ നല്ല നല്ല ലെങ്തി വണ്ടിയാണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള വണ്ടിയാണ്. കാണാനും നല്ല രസമുണ്ട് കാണാൻ വണ്ടി. ഇതിൻ്റെ ബ്ലാക്കാണ്. ഇത് ഒരുപാട് കളറുണ്ട്, ചെറിയ കളറൊക്കെ ഇറക്കുന്നുണ്ട് വണ്ടി. അതൊക്കെ ഇവിടെ അത് റെയറായിട്ട്. ഇവിടെ കൂടുതൽ വരുന്നത് ബ്ലാക്കും പിന്നെ റെഡ്, പിന്നെ ഒരു ചെറിയ കളർ വണ്ടി ഇവിടെ ഒരു ചങ്ങായി കൊണ്ടിട്ടുന്നുണ്ട്. അങ്ങനെ 3-4 വണ്ടി ഇവിടെ വയനാട്ടിലധികം ഉള്ളൂ. വയനാട്ടിൽ ഞാനധികം കണ്ടിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ അടുത്ത് സർവീസിന് വരുന്നതൊക്കെ ഒരു 3-4 വണ്ടിയേ ഉള്ളൂ. ഇത് അത്യാവശ്യം ഊട്ട് സൈസ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ചാവി ഇടുക്കിയൊക്കെ ഇത് തന്നെയാണ്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആട്ടോ. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് എന്ന് എനിക്കറിയില്ല. 4 ചില്ലറൊക്കെ എന്താണെങ്കിലും ഉണ്ടാവും. കറക്റ്റ് അതൊന്നും നമ്മളങ്ങനെ നോക്കലൊന്നുമില്ല. ബൂട്ട് സ്പേസ് ഒക്കെ ഇപ്പം എന്തിനാ മെക്കാനിക്കിന് അറിഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല ബൂട്ട് സ്പേസ് ഒന്നും. പക്ഷെ 4 ചില്ലറ ഉണ്ടാവും. സൈസ് ഉണ്ടാക്കാൻ അറിയാം, 4 ചില്ലറ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്തോട് കയറിയ. ഇത് 2 ഇഞ്ച് വന്നിട്ടുണ്ട് ശരിക്കും. ഇതിന് 2000 ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. ഈ വണ്ടി ഇരിക്കട്ടെ, ഇതാണ് ഇതിൻ്റെ ഒരു ഉൾഭാഗം. അത് നമ്മുടെ ബീറ്റിനൊക്കെ പോലെ തന്നെ ഇതേപോലത്തെ ഒരു സിസ്റ്റം വീട്ടിൽ ഡോർപാടിയിൽ നിന്നൊരു ഇത് കയറി ഇതിലോട്ട് കയറുന്ന പോലെ. ഇതിനകത്ത് ആ പാടെ ഈ ഓഡിയോ കൺട്രോളിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. സൗണ്ട് കൂട്ടും കുറയ്ക്കാം, മ്യൂട്ടാക്കാം, അത്രേ ഉള്ളൂ. ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ, LTയിലുള്ളൂ. LT സെഡിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ മീറ്റർ ബോർഡ്. നല്ല രസം. അത് ചാവി ഓണാക്കുമ്പോൾ ഞാൻ കയറുന്നതാണ് ഉണ്ടോ. ഇതാണ് ഇതിൻ്റെ ഇഗ്നിഷൻ ഓണാക്കി കേൾക്കുമ്പോൾ ഇതിൻ്റെ ഭാഗത്തുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ മീറ്റർ ഇങ്ങനെ കയറിയ പറയും. നല്ല രസം. അതായത് സാധാരണ RPM, കിലോമീറ്റർ, സ്പീഡോമീറ്റർ, ഹീറ്റ് മീറ്റർ, ഫ്യൂവൽ, അത്രേ ഉള്ളൂ ഇതിനകത്ത്. കമ്പനി വരുന്നൊരു സെറ്റ് ഉണ്ട്. ഇത് CD ഇടുന്ന ടൈപ്പാട്ടോ. CDൻ്റെ ഒരു ഡ്രോ ആയിരുന്നാണ്. പിന്നെ സെൻട്രൽ ലോക്ക് ഇതാക്കുന്ന ഇതൊക്കെ ഇതിനകത്ത് ഇവിടെയാണ് വരുന്നത്. ഇതിന് ചില വണ്ടിക്കൊക്കെ അത് ഇവിടെ ആയിരിക്കും കൊടുക്കൽ. അതൊന്നുമില്ല. 2 മിറർ കൺസോളിൻ്റെ ഇതും മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനവും ആ നോബുണ്ട്. ബാക്കി ഇത് തന്നെ സാധാരണ ഒരു സെറ്റപ്പ് തന്നെ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ AC-ൻ്റെ സാധാരണ ഇത് തന്നെ ഉള്ളൂ. വേറെ വലിയ സംഭവമായിട്ടൊന്നും ഇതിനകത്ത് ഞാനൊന്നും കണ്ടൊന്നുമില്ല. ഒരു സിസ്റ്റം ഉണ്ട്, അത് LCD മാത്രം. ഇതിനകത്ത് USB പോർട്ട് ഉണ്ടോ ഇല്ല. ഇതിനകത്ത് USB ഉണ്ട് കേട്ടോ. USB കുത്താം. ഇതിനകത്ത് ഈ ബോക്സിനുള്ളൂ USB പോർട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. ഇതിനുള്ളിൽ ഐ റൂഫ് വരുന്നില്ല. LT സെഡിന് ഐ റൂഫും കൂടെ വരും.
ഇതിനകത്തില്ല, ഐറൂഫ് ഇല്ല. LTZ-നും LTZ80-ക്കും ഐറൂഫ് വരലുണ്ട്. ഇതിനകത്ത് സാധാരണ ഇതിൻ്റെ നോവൊക്കെ ഇങ്ങനത്തെ സിസ്റ്റം ആട്ടോ കൊടുക്കുന്നത്. ലോക്കിങ് നമ്മുടെ ആൾട്ടോയ്ക്കൊക്കെ ചെറിയ വണ്ടിയൊക്കെ കൊടുക്കുന്ന ഫോക്സാണൊന്നും ഇങ്ങനെയല്ല, ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെന്താ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇതിൻ്റെ സിസ്റ്റവും ഇതിൻ്റെ വണ്ടി ഓഫീസിലിട്ടേക്കാം. ഇത് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ അങ്ങനെ വന്ന കാണണ്ട. ഇതിനകത്ത് ഒരു ഇതുള്ളത് പറയാനുള്ളത് ഓക്കെ, ഇതിൻ്റെ ബേക്ക് കൂടെ ഞങ്ങൾ ഇത് കാണിച്ചു തരാം. ഒരു 5.7 ഉള്ള എനിക്ക് ഇത് വലിയ കുഴപ്പമില്ല. ഒരു 6 ആയിട്ടുള്ളവന് ചിലപ്പോൾ റൂഫ് ചിലപ്പോൾ തട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബേക്കിലിരിക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഒരു ആവറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ബേക്കിലിരിക്കുന്നതിന് ലെഗ് സ്പേസ് കണ്ടമാനം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഒരു സ്പേസേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒരു ഈ സീറ്റിന് ഇവിടെ ഒരു ഇതുണ്ട്, 2 എന്തെങ്കിലും ബോട്ടിൽ കാര്യങ്ങൾ വെക്കാം. ഇതിനകത്തൊക്കെ വലിയ സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഡോറിന് ഇതിന് വരുന്ന സ്പേസിൽ അങ്ങനെ വലിയ സ്പേസ് ഒന്നുമില്ല. സാധാരണ നോർമല് ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം അതിനകത്ത്. ഇതൊക്കെ കണ്ടില്ല, അത്യാവശ്യം സ്പേസ്, ജസ്റ്റ് ഒരു സാധനം വെക്കാം, എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വെക്കാം. ഇത് വലിയ കുഴപ്പമില്ല, ഈ സാധനത്തിനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഇതുണ്ട്. അത്ര തന്നെ ഉള്ളൂ. ഫ്രണ്ടിൽ കുറച്ചുകൂടെ ഈ സാധനത്തിന് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധനത്തിന് ഒരു ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് മൂപ്പരുടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 എഞ്ചിൻ വന്നിട്ടുണ്ട്. ഇത് പറയാൻ വന്നത് എന്താ വെച്ചാൽ അതായിരുന്നു. ഇതിൻ്റെ അകത്ത് 2 എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2016-ലോ 15-ലാണോ എന്നറിയില്ല, കറക്റ്റ് എനിക്കറിയില്ല. എന്നാലും 2 എഞ്ചിൻ. ഇതിനകത്ത് ഇപ്പോൾ LT-ക്കകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ എയർ ബാഗ്, ABS, എയർ ബാഗ്. അത്യാവശ്യം നല്ല സേഫ്റ്റി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പവറായി വണ്ടിക്ക്. ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത് RPM അങ്ങോട്ട് കൊടുത്ത് കാലങ്ങോട്ട് കൊടുത്ത് RPM അങ്ങോട്ട് കയറി ടെർബോ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പിന്നെ നമ്മളെ വലിച്ചോണ്ട് പോകുന്നൊരു ഫീലല്ലേ. അപ്പോൾ ഞാനൊക്കെ ഓടിച്ചതിൽ ഈ വണ്ടിക്കാണ് ആ ഒരു ഫീല്. ഈ വണ്ടിക്ക് മാത്രമല്ല, പസാട്ടും ഏകദേശം അങ്ങനെ തന്നെയാണ്. വണ്ടി അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മൂവിങ്ങാണ് വണ്ടിക്ക്. പറപ്പിച്ച് വിട്ട് അങ്ങ് കയറി പെട്ടെന്ന് ഒരു സഡൻ പിക്കപ്പ് അങ്ങ് വരും വണ്ടിക്ക്, ടെർബോ അങ്ങോട്ട് ഓണായി കഴിഞ്ഞാൽ. അതാ ഈ വണ്ടീൻ്റെ ഒരു പ്രത്യേകത. ഇതിന് 150 bhp അങ്ങോട്ട. ഇത് പഴയ മോഡലാണ്. 2016-ന് മേളിലോട്ട് വന്ന എഞ്ചിന് അതിന് 164 bhp പവറുണ്ട്. അത് കുറച്ചുകൂടെ നല്ല അടിപൊളിയാണ് വണ്ടി ഓടിക്കാൻ. അതിങ്ങനെ അധികം ഇവിടെ വരില്ലല്ലോ, 1-2 വണ്ടി ഇവിടെ വരലുള്ളൂ. അധികം ആ വണ്ടികൾ വയനാട്ടിൽ കുറവാന്ന് തോന്നുന്നു. നമ്മളാണ് ഇവിടെ മെയിനായിട്ട് ഷെവർലൈറ്റിൻ്റെ ഒക്കെ പണി എടുക്കൽ കൂടുതലും. ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല വണ്ടികൾ വരലുണ്ട്. ഷെവർലയൊക്കെ കൂടുതലും ഞങ്ങൾ തന്നെ എടുക്കൽ കുറേ. ഞാൻ നോക്കിയിട്ട് ഈ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ, ഇവിടെ ഒരു ലാമ്പ് ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ LT-ക്ക് പറയാൻ. മറ്റേതാണ് ഐറൂഫ്, പിന്നെ കീലെസ് ഡോർപാഡ് ഓണിംഗ് ഒക്കെ ഇതായിരിക്കും. പിന്നെ കീലെസ് സ്റ്റാർട്ടിംഗ് ആണ്, സ്വിച്ച് സ്റ്റാർട്ടാണ് മറ്റേ LTZ-ന് വരിക. LTZ-ഉം LTZ80-ക്കും അത് തന്നെ വരില്ല, കീ സ്റ്റാർട്ടാണ് വരിക, സ്വിച്ച് സ്റ്റാർട്ടാണ് വരിക. ഇതിന് കീ സ്റ്റാർട്ടും. പിന്നെ പുതിയ മോഡൽ, അതായത് 2016 കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എഞ്ചിന് സ്റ്റീരിയോ ഒക്കെ മാറി. ഈ സാധനങ്ങൾ മൊത്തം കംപ്ലീറ്റ് മാറി. ഈ ഫ്രണ്ട് ഇതിങ്ങനെയല്ല, ഒരു അടിപൊളിയോ കാണാൻ നല്ല രസമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മാറ്റി അത്യാവശ്യം നല്ലൊരു സിസ്റ്റമൊക്കെ അത്യാവശ്യം നല്ലൊരു സിസ്റ്റമായിരുന്നു കൊടുത്തേക്കുന്നത്. കമ്പനിയാണ് ഇത്, ആണ് ഇതിന്റെ കമ്പനി സിസ്റ്റം. അത് ആ സെറ്റൊക്കെ മാറ്റി, സെറ്റൊക്കെ മാറ്റിയിട്ട് അവർ കൊടുത്തേക്കുന്ന അടിപൊളി ഒരു സെറ്റാണ്. 2016 കഴിഞ്ഞിട്ട് വന്നേക്കുന്നത്. അതിലൊരു ഇവിടെയൊക്കെ ഒരു ഈ ഒരു ക്രോമിംഗ് സിസ്റ്റം ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ബ്ലാക്കിനകത്ത് ആ സാധനം ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന നല്ല ഒരു ഭംഗിയുള്ളൊരു സിസ്റ്റം. LTZ എന്നുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ LTZ ഈ LT ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് എയർ ബാഗ് ABS-ഉം അതിനുണ്ട്. പിന്നെ ഈ ഐറൂഫ് വരും, സ്വിച്ച് സ്റ്റാർട്ട് വരും, കീലെസ് സ്റ്റാർട്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോളും കൂടി അതിനകത്ത് വരും എനിക്ക് തോന്നുന്നു. LTZ-ലും LTZ80-ക്കും ട്രാക്ഷൻ കൺട്രോളും കൂടി ഉണ്ട്. LTZ80 LTZ തമ്മിലുള്ള മാറ്റം ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്ര മാത്രമേ ഉള്ളൂ. LTZ80 LTZ-ഉം തമ്മിൽ. ഇതിന് എഞ്ചിൻ റൂം ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, ഇവിടെയാണ് അതിൻ്റെ ഓപ്പണർ. ഇത് പേൾ വൈറ്റ് വണ്ടിയാണ്, കളർ കിടന്ന് തിളങ്ങുന്നുണ്ട്. ഇതാണ് എഞ്ചിൻ.
ഇതിനകത്ത് LT-Z പുതിയ മോഡലിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർബോ ഫ്രണ്ടിലാണ് വരിക. ഇതിൻ്റെ ടെർബോ ഇവിടെ വരിക. അതിൻ്റെ ടെർബോ ഒക്കെ എഞ്ചിനൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ടെർബോ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, ഈ ഫ്രണ്ട് ഭാഗത്തോട്ട് വരും. വേറെ വലിയ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഭാഗത്ത് പവർ കൂട്ടി സെയിം ഗിയർ ബോക്സ് തന്നെ, സെയിം ഗിയർ ബോക്സ് അല്ല. LT-Z 2016 ശേഷമുള്ളതിന് 6 സ്പീഡ് ഗിയർ ബോക്സാണ്. ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആട്ടോ. ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നില്ല, എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുപോകും. ജസ്റ്റ് ഞാൻ ഈ ലഞ്ച് ബ്രേക്കിന് എനിക്ക് കുറച്ച് ടൈം കിട്ടുള്ളൂ ഇവിടെ ഒരു വീഡിയോ എടുത്തിടാനൊക്കെ, കാരണം ടൈമൊന്നും കിട്ടില്ല. അത് കഴിഞ്ഞാൽ പണിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പണി ഇറങ്ങുക എന്നുള്ള. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയാം. ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹെഡൊക്കെ ഇതിന് പണിയെടുക്കണം. ഇത് എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ, പവർ ബേസ് ഭയങ്കര പവറുള്ള വണ്ടി വേണം. ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ നല്ല പവറുള്ളൊരു വണ്ടിയാണ് എനിക്ക് ആവശ്യം എന്നുള്ളവൻ ഒരു എടുക്കാൻ പറ്റിയൊരു വണ്ടിയത്. അത്യാവശ്യം നല്ല പവറായിന്. എനിക്ക് ഇതിൻ്റെ പവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു വട്ടം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി അങ്ങ് ഇഷ്ടപ്പെടും. അതതിൻ്റെ ഒരു പ്രത്യേകത. ഈ വണ്ടി അടിപൊളിയാണ് പവർ ബേസിൽ. ആ ടെർബോ അങ്ങോട്ട് ഓണായി കഴിഞ്ഞാൽ ശരിക്കും പുതിയ, അത് 2016 വണ്ടിയിൽ ടെർബോ ഓണായി കഴിഞ്ഞാൽ നല്ല രസം ഓടിക്കാൻ. ഇതിന് കുറച്ച് ടെർബോ ലാഗ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് കയറി അങ്ങ് മൂവായി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ വലിക്കല വണ്ടി. ആ ഒരു ലാഗ് മറ്റേനില്ല, അതിങ്ങനെ കയറി അങ്ങ് ഒറ്റ വലിക്കല. പക്ഷെ നല്ല രസമാണ് ഓടിക്കാൻ. പവർ ബേസിൽ നോക്കിയാൽ അത് എടുക്കാം. നല്ല പവറുള്ള വണ്ടി, അത്യാവശ്യം കാണാൻ ലുക്ക്. അൾട്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് 2 ഹെഡ്ലൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാക്ക് വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ വണ്ടി ഫ്രണ്ട് 2 ഹെഡ്ലൈറ്റ് അൾട്ടർ ചെയ്തായിരുന്നു. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ബമ്പർ അൾട്ടർ ചെയ്തു. അത് ഹെഡ്ലൈറ്റ് അൾട്ടർ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ഇവിടെ കമ്പനിക്കാരൻ ചെക്കൻ തന്നെയാണ്. അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് 2 ഹെഡ്ലൈറ്റിന് 25,000 രൂപയെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു ഹാലജൻ പോലെ കയറ്റി, പ്രൊജക്ടർ കയറ്റി, നല്ല രസമുണ്ട്. അതിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിങ്ങനെ തെളിയും, അത് നല്ല രസമാണ്. ഇൻഡിക്കേറ്ററൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കത്തുന്ന ഒരു സിസ്റ്റം, അടിപൊളിയാണ് ആ സാധനം. ആ ഇത് കയറ്റി ബമ്പറിനൊരു 25,000 രൂപ പണി കൂടെ 50,000 രൂപ അൾട്ടറിങ് അവൻ എടുത്തു. പക്ഷെ ബമ്പർ അവൻ ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ അത് അടി കെട്ടും പെട്ടെന്ന്, ഭയങ്കര ഇറക്കി. ബമ്പർ കുറച്ച് ഫ്രണ്ട് ഇറക്കിയിരുന്നു, അതുകൊണ്ട് അവൻ അത് ഒഴിവാക്കി. എന്നാലും ആ വണ്ടി കാണാൻ ഇപ്പോഴും ആ സാധാ ബമ്പർ തന്നെ കയറ്റിയേ, എന്നാലും വണ്ടി കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടും ആർക്കായിട്ടും കൂടെ വലിയ ആരൊക്കെ വർക്കൊന്നും എടുത്തില്ല. എന്നാലും കോസ്റ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡൊക്കെ അയച്ചൊന്ന് പണിയെടുക്കണമെങ്കിൽ, അതായത് ഹെഡ് ഗ്യാസ് സീറ്റൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ പറഞ്ഞ് മാറ്റിയായിരുന്നു. അത് അയച്ച് ഇൻഡസ്ട്രിയിൽ കൊടുത്ത് കയറ്റി വരുമ്പോഴത്തേക്കും ഏകദേശം സാധനങ്ങൾ തന്നെ മേടിച്ച് ഇൻഡസ്ട്രി ചാർജും കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 10-18 രൂപ അതിന് തന്നെ വരും. പിന്നെ നമ്മുടെ ലേബർ വേറെ വരും. പിന്നെ ഇതിന് ഡ്യുവൽ മാസ് ഫ്ലൈവീൽ എന്ന് പറഞ്ഞൊരു ടൈപ്പ് 5 വന്നേക്കുന്നത്. അതെന്ന് വെച്ചാൽ പവർ കൂടി വണ്ടികൾക്കൊക്കെ വരുന്ന ടൈപ്പ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഇടാം. അത് ഡ്യുവൽ മാസ് 5 ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിരിക്കും. ആ സാധനത്തിന് വൃത്തിയായി എന്താണെന്ന് വെച്ചാൽ, ആ സാധനം പെട്ടെന്ന്, അതായത് ഒരു മാനുവൽ ഗിയർ ബോക്സ് 5 എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിയർ ബോക്സ് ഓടിക്കുന്ന പോലെ അത് ശരിക്കും നല്ല ക്ലച്ചൊക്കെ ചവിട്ടി പറപ്പിച്ച് ചടിച്ച് ഓടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഡ്യുവൽ മാസ് 5 പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അത് വന്നു കഴിഞ്ഞാൽ അതിന് 45,000 രൂപ വിലയുണ്ട് ആ സാധനത്തിന് മാത്രം. അതായത് ക്ലച്ച് മാറ്റുമ്പോൾ ക്ലച്ചും ആ സാധനം കൂടെ വരുമ്പോൾ 45,000 രൂപ വില. അത് ഒരു ക്ലച്ച്, ഒരു ജസ്റ്റ് ഒന്ന് ക്ലച്ച് ഇറക്കി മാറ്റി കയറ്റി വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 60 രൂപ, 50 രൂപ, 60 രൂപ. അതിനുള്ള MC കാര്യങ്ങൾ, HSക്ക് പ്രഷർ പ്ലേറ്റ്, ഈ ഡ്യുവൽ മാസ് 5 കാര്യങ്ങളൊക്കെ മാറ്റി വരുവാണെങ്കിൽ ഒരു 50 രൂപ നമ്മൾ ഏറ്റവും കുറഞ്ഞ കാണണം. അത്ര ഉണ്ടാവും അതിന് വില. അത്ര ഉണ്ടാവുന്നല്ല, അത്ര ഉണ്ട് അതിന് വില. പിന്നെ ഇതിന് വരല് വേറെ മെയിനായിട്ട് ഹെഡിൻ്റെ പണിയെടുത്ത ഒരു 18 ക്ലച്ച്. ഈ ക്ലച്ചാണ് മെയിനായിട്ട് ഇതിന് വരിക. ഇതിന് ഓട്ടോമാറ്റിക് എടുക്കുകയായിരിക്കും ഫുള്ള് ഒരു ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിക്ക് പഴയ വണ്ടിക്ക് 16, 18, 16 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് ഓൺ റോഡ്. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഒരു 16 കിലോമീറ്റർ മൈലേജൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഇതിനകത്ത്. അതിൽ കൂടുതലൊന്നും കിട്ടൂല. പിന്നെ ഇതിനകത്ത് ഈ LT-ക്കകത്ത് ഉണ്ട് കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉള്ളൂ. LT-Z ഇത് ഫ്രണ്ടും ബേക്കും കൂടി ആവും സ്റ്റിയറിങ്. അത് ഇതിനകത്തില്ല. അത് ഞാൻ വിട്ടുപോയൊരു കേസായിരുന്നു, അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മറ്റേ LT-Z ഫുൾ ഓപ്ഷനകത്ത് ഇത് അപ്പ് ആൻഡ് ഡൗണും കൂടി ആക്കാം. ഇത് ഞാൻ കുറച്ച് ഇതായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കറക്റ്റ് കംഫർട്ടായിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ ബേക്കോട്ട് വരണം. അപ്പോൾ ബേക്കിലിരിക്കുന്നതിനും കുറച്ച് എനിക്ക് തോന്നുന്ന കാലൊക്കെ വെച്ച് ഒരു പോളോയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പോളോയ്ക്കും ബേക്കിൽ സ്പേസ് ഇല്ല, ഇതിനും കുറച്ച് ബേക്ക് സ്പേസ്. ഇതിനൊരു മൈനസായിട്ട് പറയാനാണെങ്കിൽ ബേക്ക് വൈസ് മെയിൻ്റെനൻസ് ചാർജും പറയാം. ആ രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസും വലിയ വിഷയമില്ല, ബേക്ക് സൈസും വലിയ സീനൊന്നും പറയില്ല. അത്യാവശ്യം കുഴപ്പമില്ല, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ വലിയൊരു സ്പേസും കാര്യങ്ങളും ഉള്ളൊരു വണ്ടിയല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് ബൂട്ട് സ്പേസ് ഭയങ്കരമായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കണ്ടില്ല, ബേക്ക് ഭാഗത്ത് ബൂട്ട് സ്പേസ് എനിക്ക് 400 ചില്ലറ അങ്ങനെ ഉണ്ട്. അത്ര ആകുമ്പോൾ ഇത് അത്ര ഒരു കംഫോർട്ടായിരിക്കില്ല. ബേക്കിൽ അത്യാവശ്യം ഹൈറ്റുള്ള ഒരുത്തന് ശരിക്കും പറഞ്ഞാൽ ഒരു 6 സംതിങ് ഉണ്ടെങ്കിൽ റൂഫും ഏകദേശം തലയെ മുട്ടുന്ന പോലെ ആയിരിക്കും ഇരിക്കുക. അതന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
മെയിൻ്റെനൻസ് അത്രേ വരുള്ളൂ. പിന്നെ ഇത് എയർ ബാഗും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഏകദേശം എയർ ബാഗിന് ഇതിന് 30,000 രൂപ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നോക്കിയത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എയർ ബാഗ് ഞങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു എയർ ബാഗ് ഒന്നാവിടെ 2 എയർ ബാഗ്. പക്ഷേ ഇതിൻ്റെ ABS ഒക്കെ അടിപൊളി കേട്ടോ, നല്ല വർക്കിംഗ് ആണ്. പിന്നെ ABS ഉള്ള വണ്ടിക്ക് ചില ടീമുകളൊക്കെ ഇവിടെ വന്നിട്ട് പറയുന്നിട്ടുണ്ട് ABS അങ്ങോട്ട് പെർഫെക്റ്റ് വർക്കിംഗ് അല്ല. അത് ടയർ മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ABS കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ഇതിനകത്ത് ഇവിടെ 2 ട്യൂട്ടറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മെയിൻ്റെനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എയർ ബാഗ് ഒക്കെ ആണെങ്കിൽ 2 എണ്ണം പൊട്ടിയ ഏകദേശം ഒരു 60 റുപ്യ. പിന്നെ ഹെഡ് അയച്ച ഒരു 20, ക്ലച്ച് അയച്ച ഒരു 60. പിന്നെ ബമ്പറും കാര്യങ്ങളും എല്ലാം ഒറിജിനൽ. ഇന്നാളെ എന്നോട് ഒരു ടീം ചോദിച്ചായിരുന്നു ഷെവർലൈറ്റിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോന്നേ. ഷെവർലൈറ്റിൻ്റെ എല്ലാ സാധനവും കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു സാധനം കിട്ടാത്തില്ല. എല്ലാ സാധനവും നമുക്ക് കിട്ടും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാ സാധനവും ഉണ്ട് കിട്ടും. മെയിൻ്റെനൻസ് വൈസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത്യാവശ്യം നല്ല പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പവറിലൊരു വണ്ടി എന്ന് വേണമെങ്കിൽ ഞാൻ ഇതിനെ പറയാം. അടിപൊളി പവറാണ്. എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര മെയിൻ്റെനൻസ്, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഇത്ര മെയിൻ്റെനൻസ് ഒക്കെ വരുമ്പോൾ താങ്ങാൻ പറ്റുന്നവർക്ക് എടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താങ്ങൂല. കാരണം എനിക്ക് ഇതിൻ്റെ പണി എടുക്കാൻ അറിയാമായിട്ട് വരെ ഞാൻ എടുക്കൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയറിന് അത്രയ്ക്ക് വില. ഒരു അത്യാവശ്യം 1,00,000 കിലോമീറ്ററൊക്കെ ഓടി. ഇതെത്ര മോഡൽ? 2010. ഇതിൻ്റെ ഇപ്പോൾ LTZ എടുക്കുകയാണെങ്കിൽ 2012 വണ്ടിക്കൊക്കെ ഒരു 3-3.5 റുപ്യക്ക് സാധനം കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു 2012 സ്വിഫ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ വണ്ടി ഒക്കെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ വണ്ടീൻ്റെ ഒരു വിലയ്ക്ക് വണ്ടി കിട്ടും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് വൈസ് നോക്കുമ്പോൾ ഒരിതാണ്. പക്ഷെ ഇത് ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു പോകും ഈ വണ്ടി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഓടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ബാറ്ററിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടെന്നാൾ വരണം. ഒരു കമ്പനിക്കാരൻ മാറ്റി 7,000 ചില്ലറ റുപ്യയ്ക്ക് 7,500 അങ്ങാണ്ട് കൊടുത്തിട്ടാണ് ബാറ്ററി ഒരെണ്ണം പോയി മാറ്റേണ്ടത്. അത്രയും പൈസ വരുന്നുണ്ട്. പിന്നെ ടയർ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം. പക്ഷേ ഇത് ഭയങ്കര കംഫോർട്ട് കേട്ടോ. അടിപൊളി ബ്രേക്കിങ്ങും അടിപൊളി കംഫോർട്ട്. ABS ഒക്കെ അടിപൊളി. അതിൻ്റെ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ABS ഒക്കെ അത്രയും പക്കായിട്ട് വർക്ക് ചെയ്യുന്നൊരു വണ്ടി. ഷെവർലൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയാണ് ശരിക്കും ഏറ്റവും അടിപൊളിയാണ്. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ അങ്ങനെയാണ്. ഒരു സിഡാൻ മോഡൽ ഇങ്ങനെ നല്ല നീണ്ട് കിടക്കല വണ്ടി. നല്ല ഗ്രൗണ്ടായിട്ട് നല്ല സെറ്റാണ്. അതേ വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല കേട്ടോ. അടി ഭയങ്കരമായിട്ട് തട്ടും, നോക്കണം. അതാണ്. പിന്നെ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ LTZ 80ക്ക് ഏകദേശം ഒരു 12 കിലോമീറ്റർ 11 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. അതായത് ഓട്ടോമാറ്റിക് കിട്ടും. ഓട്ടോമാറ്റിക് മൈലേജ് കുറവായിരിക്കും. ഏകദേശം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ കൂട്ടിയാൽ മതി. 12 കിലോമീറ്ററൊക്കെ മൈലേജ് ഇപ്പോഴത്തെ ഒരു എണ്ണ വില വെച്ചിട്ട് LTZ 80 എടുക്കുന്നതാണ്. ഇതിന് കുറച്ചുകൂടെ കൂടും. അതാണ് പറഞ്ഞത്. ഇതിന് കുറച്ചുകൂടെ ഒരു 16 കിലോമീറ്ററൊക്കെ കിട്ടുന്ന ടീമുകളിവിടെ പറയലുണ്ട്. 16 കിട്ടുന്നുണ്ട് എന്ന്. അത്യാവശ്യം ഉള്ളൊക്കെ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇൻറ്റീരിയറും മൊത്തത്തിൽ വണ്ടി ഷോയാണ്. ഇത് LTZ എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഐറൂഫ്, കീലെസ് സ്റ്റാർട്ടിങ്, സ്വിച്ച് ബട്ടൺ അതൊക്കെ വരുമ്പോൾ ഒരു രസമാണ് ശരിക്കും. വണ്ടി പൊളിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അടിപൊളി വണ്ടിയാണ്. പക്ഷേ ഇത്രയും വലിയൊരു മെയിൻ്റെനൻസും ബേസും വരുമ്പോൾ താങ്ങുന്നവർക്ക് എടുത്ത് പവർ ബേസിന് പവർ നോക്കി എടുക്കുകയാണ്, ലുക്ക് നോക്കി എടുക്കുകയാണെങ്കിൽ ക്രൂസ് അടിപൊളിയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നപ്പോൾ ഹോണ്ട സിവിക്കോ ഹോണ്ട സിറ്റി അങ്ങനെയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളിയാണ്. പസാട്ട് വേറെ ലെവലാണ്. നമ്മൾ ഇതിനകത്തൊരു വീഡിയോ എടുത്ത് അത് വെറും വെറുപ്പീര് വീഡിയോ ആയിപ്പോയി. എന്താണേലും എല്ലാ വീഡിയോ അങ്ങനെയൊക്കെ തന്നെ. എന്നാലും കുഴപ്പമില്ല. പസാട്ട് എനിക്കങ്ങോട്ട് അന്നൊക്കെ ഒരു താല്പര്യം ഇല്ലാണ്ട് എടുക്കാൻ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇത് കുറച്ചുകൂടെ ഞാൻ സീരിയസ് ആയിട്ട് കണ്ടിട്ടൊന്നും അങ്ങനെ എടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ക്രൂസ് ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം കൊണ്ട് നടക്കാം വണ്ടി. 4 രൂപ 4.5 5 റുപ്യ അങ്ങോട്ട് വരും തോന്നുന്നു. ടയർ 5 റുപ്യൊക്കെ വരും. 5 റുപ്യൊക്കെ വരും ടയറിന് ഏകദേശം. എനിക്കറിയില്ല അതിൻ്റെ ടയറിൻ്റെ വില കറക്റ്റ്. ഏകദേശം അത്രയൊക്കെ വരും. കാരണം 16 ഇഞ്ച് ടയേഴ്സ് അല്ലേ, ആ ഒരു വില വരേണ്ടതാണ്. ഇത് മിച്ചലിൻ്റെ ടയറാണ്. ഇത് ഏകദേശം തീർന്നത്, മാറ്റാനായി. 16 ഇഞ്ച് ടയർസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നല്ല റോഡിലിരുന്ന് സ്മൂത്തായിട്ട് നല്ല വീൽ വൈസ് കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം സെറ്റപ്പാണ്. ഒരു 5 പേർക്കൊക്കെ യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടായിരിക്കും. ഇത് എനിക്ക് തോന്നി അത് ചിലർക്കത് വിഷയമല്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചിലർക്ക് പോളയ്ക്കൊന്നും അതൊരു പ്രശ്നമായിട്ട് പറയുന്നത് കേട്ടില്ല. പോളോയ്ക്ക് പറയും, ക്രൂസിന് ആരും അങ്ങനെ പറയുന്നത് കേട്ടില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നി. വെഹിക്കിൾ സൈസ് കുറച്ച് കുറവാണ്. അത്രയൊക്കെ തന്നെ ഇതിൻ്റെ ഡീമേറ്റായിട്ട്. ഇത് മൊത്തത്തിലൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നോക്കിയിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം. എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. എത്ര ഒരു മാസ്റ്റർ പീസ് ഒരു വണ്ടി ഇറക്കിയിട്ട് ഇതിനകത്ത് എടുക്കരുത് എന്നൊക്കെ നമ്മൾ പറയില്ല. പക്ഷേ ഇത് അത്യാവശ്യം മെയിൻ്റെനൻസ് വൈസ് വന്നാൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് വണ്ടി. ഓക്കെ, താങ്ക് യു. ഇത്രയൊക്കെ പറയാമെന്ന് ഉദ്ദേശിച്ചൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ.
താങ്ക് യു.